ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഇതിലോട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫ്രീ ആയിട്ട് ഇതിൽ ഒരുപാട് 496ഓളം വീഡിയോസ് ഞാൻ നമ്മുടെ ഈ മാക്രമിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകും. എന്നാൽ കുറച്ച്, അതായത് നിങ്ങൾക്കൊരു ഒരുപാട് പേരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ടൊരു മാത്സിൻ്റെ. ഇപ്പം ഏകലവ്യ ബാച്ചിൻ്റെ കാര്യമായാലും അർജുന ബാച്ച് ആയാലും എനിക്ക് ടൈം എന്ന് പറയുന്നത് കിട്ടാത്തതുകൊണ്ട് അതിൽ നിന്ന് ഒരുപാട് ടൈം എടുത്താണ് ഞാൻ അതിലെ വീഡിയോസ് ചെയ്തതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾ കുറച്ച് പേര് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് വേണം. അല്ലാതെ ഞാൻ ചുമ്മാ വെറുതെ, എനിക്ക് ആരും അറിയില്ല, നിങ്ങൾ ആരും അറിയില്ല. അപ്പോൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ക്ലാസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു ക്ലാസ് ഇട്ടു, അത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എഫേർട്ടിന് എനിക്ക് അതിന് വ്യൂസോ അല്ലെങ്കിൽ അതിന് റെസ്പോൺസോ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ എനിക്ക് വിഷമമാവും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ജസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബിലെ തന്നെ പരിപാടിയാണ്, മെമ്പേഴ്സിൽ തന്നെ ആവുന്നത്. അല്ലാതെ വേറെ പൈസ ഇടയോ ഒന്നുമല്ല. അത് അവർ തന്നെ സജസ്റ്റ് ചെയ്ത എമൗണ്ട് ആണത്. അപ്പോൾ അതിൽ എത്രയാണെന്നൊന്നും അറിയില്ല. അത് കുറേ ടാക്സും സംഭവങ്ങളൊക്കെയാണ്. ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ അവർ ക്ലാസ് തരുന്നു, അതായത് ക്ലാസ് എനിക്ക് ഇടാൻ പറ്റുന്നു എന്നുള്ള രീതിയുള്ളൂ. അല്ലാതെ വലിയ ലാഭമോ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല. ചെയ്യുന്നവർ അവർക്ക് അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫോളോ ചെയ്ത് പോകും. അതിനുവേണ്ടി മാത്രമാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ബാക്കി ഞാനൊരു ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ടെലിഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ക്ലാസ്സുകൾ മറ്റേതിൽ അവൈലബിൾ ആക്കി. ഇതിനകത്ത് ഓൺലി മാത്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സും അതുപോലെ ഇംഗ്ലീഷിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഡൗട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓൾറെഡി വേറെ എവിടെയെങ്കിലും ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് മുതൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഇത് ഒരിക്കലും CGL 2025 എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കത്തില്ല. CGL 2025 ആകുമ്പോഴത്തേക്ക് ഇതൊന്നും ആവത്തില്ല. ഒരു 8 മാസം മിനിമം, 8 മാസം നിങ്ങളിത് എൻ്റെ കൂടെ പഠിക്കേണ്ടി വരും. നെക്സ്റ്റ് CGL എഴുതുന്നവർക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് 2026 എക്സാം എഴുതുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ CGL മെയിൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കും സെറ്റ് ആവും. നിങ്ങൾക്ക് പഠിക്കണം, ഒരു തവണ പഠിച്ച് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളവർക്ക് സെറ്റ് ആയിരിക്കും. അതും എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നവർക്ക് മാത്രം. ഞാൻ ആരെയും നിർബന്ധിക്കുകയൊന്നുമില്ല. ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ക്ലാസ് ഇടുമ്പോൾ അത് കാണാൻ ആൾക്കാർ വേണം, അതായത് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ വേണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ മാത്സും ഇംഗ്ലീഷും ഇപ്പോൾ ക്ലാസ്സുകൾ ഡെയിലി ആണോ എന്നുള്ള കാര്യം ഞാൻ സൺഡേയിൽ എന്ത് ചെയ്യും, ഒരു ഷെഡ്യൂളായിട്ട് ഇടും. അപ്പോൾ ആ ഷെഡ്യൂളിനകത്ത് ടൈമിങ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും അത് ലൈവ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം റെക്കോർഡറായിട്ടായാലും ക്ലാസ് കിട്ടും. അപ്പോൾ ഒരിക്കലും എപ്പോഴും ലൈവ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, എപ്പോഴും റെക്കോർഡ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ അതിനെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്സ് കംപ്ലീറ്റ് ബാച്ചിന് മുന്നേ ഞാൻ പറയാം. എപ്പോഴും ലൈവ് ആയിരിക്കണമെന്നില്ല, എപ്പോഴും റെക്കോർഡ് ആവണമെന്നില്ല. എൻ്റെ ഒരു മിക്സ് ആയിരിക്കും. അതുപോലെ സൺഡേസിൽ ഷെഡ്യൂള് തരുന്നതായിരിക്കും. ആ വീക്കിലെ ക്ലാസ്സുകളുടെ സൺഡേസിൽ നമ്മളൊരു ഷെഡ്യൂൾ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടെലിഗ്രാം ചാനലുണ്ടാവും. ആ ചാനലിൽ ആ ഷെഡ്യൂൾ ഇടും. അതുപോലെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ക്ലാസ്സിൻ്റെ ലിങ്കും അതുപോലെ അതിൻ്റെ PDF-ഉം ആ ഒരു ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ബാക്കി ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയക്കാവുന്നതാണ്. ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡൗട്ടിൻ്റെ സൊല്യൂഷൻ കിട്ടും. ഒരിക്കലും ഒരു കോച്ചിങ് സെൻറ്റർ നടത്തുന്ന രീതിയിലോ അങ്ങനെ ഒന്നുമല്ല. ഈ ക്ലാസ് ഞാൻ ഇതുവരെ ഇട്ട ക്ലാസ് എങ്ങനെയായിരുന്നു ആ ഒരു ലെവലിൽ തന്നെയുള്ള ക്ലാസ്സുകളായിരിക്കും. അതിൽ കൂടുതൽ ലെവലിൽ നിങ്ങൾക്ക് മാത്സിന് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ നല്ല കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ ഒരുപാട് കോച്ചിങ് സെൻറ്റർ വേറെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ച് ഒരു പ്രോപ്പർ വേയിൽ പഠിച്ചു പോകും. അത്രേ, പഠിച്ചു പോകാനുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. വേറെ ലോഗിൻ ചെയ്യുമോ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പിന്നെ ആരോ ചോദിച്ചു നമ്മളുടെ റിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ പറഞ്ഞ് എനിക്കൊന്ന് 179 പെർ മന്ത് ആണെന്ന് തോന്നുന്നു. ഇത് ഓട്ടോ റിന്യൂവലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ ഒരാളുടെ ഡൗട്ട്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഈ മാസം സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇപ്പോൾ ജൂലൈയിൽ ഇനി വേണ്ട, ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്താൽ ആ പഴയ വീഡിയോസ് ആക്സസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് നോക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എപ്പോഴാണോ ആ ഒരു മെമ്പർഷിപ്പിലുള്ളത്, ഈ ചാനലിലെ മെമ്പർഷിപ്പിലുള്ളത്, ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വീഡിയോസ് പഴയതായാൽ കാണാൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പഴയത് കാണാൻ പറ്റുമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി ഇപ്പോൾ
ലൈവ് സ്ട്രീമും ഉണ്ട്, അതുപോലെ റെക്കോർഡഡ് വീഡിയോസിന് ആക്സസ് ഉണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാവും. എന്തായാലും ഈ മാസത്തെ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് മാത്സിൻ്റെ കാര്യം പറയാം. അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസ് മുതൽ എന്ത് ചെയ്യണം, ഹൈ ലെവൽ വരെ പഠിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. CGL നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് മാത്സ് നല്ല പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല, ഞാൻ നിങ്ങളുടെ മുന്നിലൊരു ചേട്ടനെ പോലെ പറഞ്ഞു തരുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അടുത്തിരുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ ആയിരിക്കും, മുഖമൊന്നും കാണത്തില്ല, ഇങ്ങനെ ആയിരിക്കും പഠിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാനുള്ളത്, ഈ ഒരു SSC GD ആൻഡ് SSC MDS കംപ്ലീറ്റ് മാത്സ് ബാച്ച് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഈ പ്ലേലിസ്റ്റ് എന്ത് ചെയ്യണം, ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണം. ഇന്നോ നാളെയും കൂടെ ചേർത്ത് കംപ്ലീറ്റ് ആക്കണം, മസ്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കണം. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഇതറിയാതെ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാൻ പറ്റും. ഇത് മസ്റ്റായിട്ടും കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇതിനകത്ത് കാൽക്കുലേഷൻ്റെ എക്സസൈസ് പറയുന്നുണ്ട്. ആ കാൽക്കുലേഷൻ്റെ ഡെയിലി എക്സസൈസ് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് തുടങ്ങണം. ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ചെയ്ത് തുടങ്ങണം. അപ്പോൾ കഷ്ടപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ 8 മാസം അല്ലെങ്കിൽ എൻ്റെ കൂടെ എത്ര നാൾ നിങ്ങൾ ഇരിക്കുന്നോ അത്ര നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ. സീരിയസ് ആയിട്ടുള്ളവർ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ആദ്യമേ റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ 2ാമത്തെ മാസം 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസം ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് പോവുക, കംപ്ലീറ്റ് ആക്കുക, ലാസ്റ്റ് വരെ കൊണ്ടുപോകുക, ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ആക്കി പറയുന്നത് കൊണ്ടുപോകുക. ആദ്യമൊക്കെ നല്ല പ്രയാസം, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 1 മാസം കഴിഞ്ഞൊന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക, ചെയ്ത പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ചിലപ്പം നല്ല ഡിമോട്ടിവേറ്റ് ആവും. അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എപ്പോഴും വേണം. അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക, ലാസ്റ്റ് വരെ പോവുക. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളത് വേറെ കാര്യങ്ങൾ, സ്ട്രാറ്റജിയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ്. മാത്സിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. ബാക്കി ഇനി എൻ്റെ ടോപ്പിക്കുകൾ വേണമെങ്കിൽ പറയാം. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഇതിനെ എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ സം. യെസ്, ഇവിടെ ഞാൻ ടോപ്പിക്ക് ഇവിടെ നിന്ന് എഴുതാം. നമ്മൾ ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യും. അതുപോലെ കുറച്ച് കാൽക്കുലേഷൻ്റെ ട്രിക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യം പഠിക്കണം. ആദ്യം അഡ്വാൻസ് തുടങ്ങുമല്ല, കാൽക്കുലേഷൻ ട്രിക്കുകൾ കുറച്ച് പഠിക്കാനുണ്ട്. അത് നല്ല നല്ല ട്രിക്കുകൾ. അതിനകത്ത് തന്നെ അപ്രോക്സിമേഷൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യും. അപ്രോക്സിമേഷൻ ക്ലാസ്സിൽ ചെയ്യും. ഡിവിസിബിലിറ്റി റൂൾ പഠിക്കും, ഡിവിസിബിലിറ്റി പഠിക്കും, ലിറ്റി പഠിക്കും, അതുപോലെ റേഷ്യോ പഠിക്കും. അങ്ങനെ പെർസെൻറ്റേജ്, റേഷ്യോ, LCM SCF, ഈ ഓർഡറിലായിരിക്കും പോകുന്നത്. നമുക്ക് പെർസെൻറ്റേജ് പഠിക്കും, മിക്സ്ചർ പഠിക്കും, ഒരുപാട് എല്ലാ ചാപ്റ്ററും പഠിക്കും. മിക്സ്ചർ, പാർട്ട്ണർഷിപ്പ് പഠിക്കും. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, SICA, ടൈം ആൻഡ് വർക്ക് പഠിക്കും. ടൈം ആൻഡ് വർക്ക്, അതുപോലെ പൈപ്പ് ആൻഡ് സിസ്റ്റം പഠിക്കും. അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കും. അതിനകത്ത് തന്നെ ബോട്ട് ആൻഡ് സ്ട്രീമും റേസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ വരും. ആവറേജ് പഠിക്കും, ഓൾജിബ്ര പഠിക്കും. ഈ ഒരു ഓർഡറിലായിരിക്കും കേട്ടോ. ഇങ്ങനെ പഠിച്ചാലേ കാര്യമുള്ളൂ. നമ്മൾ ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. ഇത് സഡ്സ് ആൻഡ് ഡിസസ്, പവർ ആൻഡ് സഡ്സ്, അത് പഠിക്കും. ഇത് 16ാമത്തെ നമ്മൾ ട്രിഗ്നോമെട്രി പഠിക്കും. അതിനകത്ത് തന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്. അടുത്ത് ജോമെട്രി പഠിക്കും. ഇതൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാട് ക്ലാസ്സുകൾ കാണും. ജോമെട്രിയൊക്കെ അടിപൊളിയായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ കാണും കേട്ടോ. മെൻസുറേഷൻ പഠിക്കും. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളവർ മാത്രം നിൽക്കുക. നമ്പർ സിസ്റ്റം പഠിക്കും. പിന്നെ കുറേ ലീനിയർ ഇക്വേഷൻ, അങ്ങനെയുള്ള ചെറിയ സ്മോൾ ടോപ്പിക്സ് എല്ലാം പഠിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കും, പ്രോബബിലിറ്റി പഠിക്കും, എല്ലാം പഠിക്കും കേട്ടോ. APGP, DI, സിംപ്ലിഫിക്കേഷൻ, അങ്ങനെ എല്ലാം കവർ ചെയ്യും. സിംപ്ലിഫിക്കേഷൻ ഇതെല്ലാം കവർ ചെയ്യും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അങ്ങനെയുള്ള എല്ലാം എന്ത് ചെയ്യും, കവർ ചെയ്യും. ഇതാണ് മാത്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഡൗട്ടൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മെയിലായിട്ട് ചോദിക്കാം. ഇനി കംപ്ലീറ്റ് ഇംഗ്ലീഷ് ബാച്ചിനകത്ത് ഓൾറെഡി നമ്മൾ 4 ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോക്കൊക്കെ നല്ല 1.3K ഒക്കെ വ്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറയണം, 300-200 വരെയൊക്കെ ഉള്ളൂ. അത് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് വീഡിയോ ഇടാൻ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. ആൾക്കാർ ഇങ്ങനെ പല ചിതറി കിടക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇതും മാത്സ് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ബാക്കിയുള്ളത് ആ ഒരു രീതിയിൽ ഇട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ ചെയ്ത ഈ 4 വീഡിയോസ് കറക്റ്റായിട്ട് സെറ്റാക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ബേസ് ലെവലിൽ തന്നെ ഒരു 100 ക്ലാസ് കാണും, അല്ലെങ്കിൽ 100 വീഡിയോസ് കാണും.
അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കും. അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലും ലാൻഡ് ചെയ്യും. അപ്പോൾ ഇതും അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് അപ്പോൾ ഞാൻ ഷെഡ്യൂളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറയാം. ചിലപ്പോൾ ഒരു ദിവസം മാത്സ് ആണെങ്കിൽ ഒരു ദിവസം ഇംഗ്ലീഷ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും പോകുന്നത്. പിന്നെ സാറ്റർഡേ സൺഡേ എന്ത് ചെയ്യാം, സാറ്റർഡേ സൺഡേ നമുക്ക് രണ്ടും എന്ത് ചെയ്യാം പഠിക്കും. അപ്പം അങ്ങനെ ഓഫൊന്നുമില്ല. ക്ലാസ്സുകൾ ഞാൻ ആ ഗ്രൂപ്പിലിടുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ മെമ്പേഴ്സ് ഉള്ളി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വരണം, നമുക്ക് ഓക്കെ ആക്കാം. ഓക്കെ, താങ്ക് യു.